നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും കുറ്റക്കാരെ പിടികൂടാതെ ക്രൈംബ്രാഞ്ച്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും പ്രതികളായ 3 യുവതികൾ കാണാമറയത്ത് തന്നെയാണ്. ഉന്നത രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങൾ കേസൊതുക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപം ഉയരുകയാണ്. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളായ മുൻ ജീവനക്കാർ വിനീത, രാധു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളിയത്. നേരത്തെ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള വിനീത, രാധു, ദിവ്യ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും 69 ലക്ഷം രൂപ മുൻ ജീവനക്കാരികൾ തട്ടിയെടുത്തെന്നാണ് കേസ്. ജാമ്യാപേക്ഷ തള്ളി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് മെല്ലെപ്പോക്ക് തുടരുകയാണ്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും സാമ്പത്തിക തട്ടിപ്പിൽ പ്രതി ചേർക്കപ്പെട്ട 3 അറസ്റ്റ് ചെയ്തിരുന്നില്ല. ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിയിട്ടും അന്വേഷണ സംഘം നടപടി സ്വീകരിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും കുറ്റക്കാരെ പിടികൂടാതെ ക്രൈംബ്രാഞ്ച് മനഃപൂർവ്വം നടപടി ഇഴയ്ക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഉന്നത രാഷ്ട്രീയ പോലീസ് ബന്ധങ്ങൾ കേസൊതുക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപം ശക്തമാണ്. QR കോഡ് മാറ്റി ആഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് പല സമയങ്ങളിലായി വലിയ തുക തട്ടിയെടുത്തു എന്നായിരുന്നു കൃഷ്ണകുമാറും മകളും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി. ജനം, തിരുവനന്തപുരം.